തലവേദന എടുക്കും. നല്ല തണുപ്പ് വെക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഹരിച്ചേട്ടൻ പോയോ? ഒരു കാര്യമില്ല, ഒരു മിനിറ്റ്. ആരാ വരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഡീസന്റ്, വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ടാണ് അത് ബ്ലൂടൂത്ത് എടുത്ത് മാറ്റി. ഇനി പറഞ്ഞൊന്നും കേൾക്കത്തില്ല. സിജിനേച്ചി, എനിക്ക് ഭയങ്കര ആഗ്രഹം ഇന്ന്. സത്യം എനിക്ക് 2 സാരി ഇഷ്ടപ്പെട്ടു. 2 സാരി, ഒരു കോട്ടൻ്റെതും ഇങ്ങനെ ഒഴുകുന്ന ടൈപ്പ്. എനിക്ക് മെറ്റീരിയൽ പറഞ്ഞു തരാം. 2 സാരി ഞാൻ എടുത്തു, പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഒന്നിന്റെ റേറ്റ് കോട്ടൻ്റെത്, ബ്ലാക്ക് വൈറ്റും കൂടി കോംബോ ആണ് കേട്ടോ. ഒരെണ്ണം ബ്ലാക്ക് നമ്മളെ പീകോക്ക് ബ്ലൂ ഇല്ലേ, ആ ഒരു ടൈപ്പ് വരുന്ന 2 സാരികൾ. പക്ഷെ സൂപ്പർ 2 സാരി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു കൊടുക്കട്ടെ. പക്ഷെ ഒരെണ്ണത്തിന്റെ റേറ്റ് വന്നിട്ട് 422 കോട്ടൻ്റെത്. പക്ഷെ എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അതാണ് മെയിൻ റീസൺ. ചേട്ടനെ വിളിച്ച് ചോദിക്കാൻ പൈസ അയച്ചു തരുന്നുണ്ട്. വേണ്ട. ടൈം എത്രയായി? മീശോ അല്ല, ഞാൻ എന്തായാലും എനിക്ക് തിരുവോണത്തിനൊന്ന് സാരി കൊടുക്കണം എന്നുള്ള മൈൻഡ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെറൈറ്റി ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ. അത് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കൊള്ളാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സാരി കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഞാൻ ഫസ്റ്റ് സാരി തിരുമുക്കില് ഒരാൾ ഇരിപ്പുണ്ട്. ഫസ്റ്റ് സാരി കൊടുത്തത് ഇഷ്ടപ്പെട്ടു. പിന്നെ കല്യാണത്തിന് അന്ന് ഉടുത്ത്, അതായത് ഈ ബ്യൂട്ടീഷ്യൻ നല്ല പ്ലീറ്റ് ഒക്കെ എടുത്ത് നല്ല വൃത്തിക്കൊക്കെ ഉടുത്ത് തരത്തില്ലേ, അത് 2 എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ സാരി ഉടുത്തിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലാകോല ചുറ്റിക്കൊണ്ട് ഓടുന്നല്ലാതെ ഡീസെന്റ് ആയിട്ട് ഉടുത്തിട്ടില്ല. ഡീസെന്റ് ആയിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു തവണ ഉടുത്തിട്ടുണ്ട് കേട്ടോ. ലൈവ് കാണുന്നവരൊക്കെ കമന്റ് കൂടി ചെയ്യും. സിജിനേച്ചി പോയോ? സിജിനേച്ചി ആണ് ഇത് സാരി ഉടുക്കുന്നതിന്റെ കാര്യം ചോദിച്ചത്. അതെന്തിനാ? അല്ല, ഞാൻ മെസ്സേജ് അയക്കാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഞാൻ ഈ കൊട്ടിയത്ത് വന്നിട്ട് വിളിക്കാനുണ്ടെന്ന് നേരത്തെ പരാതി പറഞ്ഞു എന്റെ അടുത്ത്. ശരിയായിരുന്നല്ലേ, നീ കൊട്ടിയത്തായിരുന്നല്ലേ? ഞാനും മറന്നു ചോദിക്കാൻ. ഞാനും മറന്നു പോയ കാര്യം. കൊട്ടിയത്ത് വന്നിട്ട് എന്ത് നീനെ വിളിക്കാൻ? സിജിനേച്ചിനെ ഞാൻ അന്ന് വിളിക്കാനായിട്ട് നമ്പർ വാങ്ങിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഗിഫ്റ്റിന്റെ കാര്യം, അതായത് മറ്റേ ദുബായിലോട്ട് ഗിഫ്റ്റ് അയക്കുന്നതിന്റെ കാര്യം ചോദിച്ച് ഞാൻ വിളിക്കാനായിട്ട് ഇരുന്നതാണ്. പിന്നെ അന്ന് തന്നെ ലൈവ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അന്ന് ലൈവിൽ ചോദിച്ചത് കൊണ്ടാണ് പിന്നെ വിളിക്കാറുള്ളത്. നീ സത്യം എനിക്ക് ആ തമാശ പറഞ്ഞാൽ എനിക്ക് ആ 2 ബ്ലാക്ക് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചില്ലായിരുന്നു. കോട്ടൺ ആയിട്ട് പ്ലേറ്റ് ഒക്കെ എടുക്കുന്നത്. മറ്റേ ഒഴുക്ക മട്ടിലുള്ളത് 1 പ്ലേറ്റ് ഇടാനൊക്കെ നീ എന്റെ അടുത്ത് ചോദിച്ചടാ, നീ ഫുഡ് കഴിച്ചാ? അശ്വിൻ ഫുഡ് കഴിച്ചു. അശ്വിൻ ബ്രോ, ഞാനേ ചവിട്ടി, അതായത് അമ്മ ചവിട്ടി വാങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, ചവിട്ടി അതെന്താണ്? ചവിട്ടി എന്താണെന്ന് അറിയാവോ? അമ്മ ചവിട്ടി വാങ്ങിയ സാധനം. മനസ്സിലായി. ഞങ്ങൾ എടുത്ത് കാണിക്കണം. മനസ്സിലായി, പെട്ടെന്ന് ഓർത്തില്ലേ. അതിന്റെ അല്ലേ കൂട്ടുകാരൻ, അപ്പൊ അതേ കാണിക്കൂ. അല്ലല്ല, ചവിട്ടി നമ്മള് വീട്ടിൽ ചവിട്ടി തന്നെ പറയുന്നത്. എന്റെ വീട്ടിൽ ചവിട്ടി തന്നെ പറയുന്നത്. പറയണ്ട, ഇപ്പൊ മനസ്സിലായി. ഞാനിപ്പോ അത് കേൾക്കാത്തോണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു. ചവിട്ടി ഞാൻ പറയുന്നത്. ശരി. അതെ, നമ്മ പോലെ ഫുഡ് കഴിച്ചോ? ഇല്ലടാ ഗൂഗിളെ, ഫുഡ് കഴിച്ചില്ല. ഇച്ചിരി പോലെ കഴിച്ചോളൂ. എനിക്ക് നമ്മൾ അശ്വിൻ ബ്രോ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഈ ഡയലോഗിലേക്ക് ഇപ്പൊ മറുപടി പോകുന്നത്. അപ്പൊ പറയണേ, ചവിട്ടി എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ പറയുന്നത് പോലും എനിക്കൊക്കെ ഭയങ്കര വിഷമമാണ്. ഞാൻ ഉപയോഗിക്കത്തില്ല. നമ്മളൊക്കെ ചവിട്ടി എന്നാണല്ലോ പറയുന്നത്. ചവിട്ടി ഒരാളെ ചവിട്ടാൻ പോലുള്ളതായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിക്കത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ഇതായിട്ട് പറയുന്നു ഒരാള്. അതാണ് വീണ്ടും എന്റെ നന്മ. എന്തൊരു നന്മ? അസ്നേനെ നമ്മളെല്ലാരും കൂടിയിട്ട് പറയുന്നത് കാരണമാണ് വന്നത്. അസ്നേനെയാണ് ആരെയാണോ എന്തോ. അവന്മാരെല്ലാം പരിഷ്കാരികളാണ്. ഞാൻ പരിഷ്കാരിയല്ല എന്തായാലും. തന്നെ പരിഷ്കാരിയോട് തന്നെ. ഞാൻ പിന്നെ ഈ സംഭവം ഞാൻ ഇതേണക്കിനെ കാണിച്ചു കൊടുത്ത്. ചവിട്ടി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അല്ലയോ? എനിക്കറിയായിരുന്നു. ഞാൻ ആ